ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ബി ഹാപ്പി വിത്ത് മേക്ക് ഓവർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്ട് എൻ്റെ മോളുടെ റൂമാണ്. ഇത് സ്റ്റഡി റൂം ഫുള്ള് വരച്ച് ആകെ കുളമാക്കി വെച്ചേക്കും. ഭിത്തിയിലൊന്നും ഇനി ഇല്ല സ്ഥലം, ഫുള്ള് വരച്ച് വെച്ചേക്കും. ഞാൻ വിചാരിച്ചു എന്തായാലും സ്കൂൾ തുറക്കുമല്ലേ, ഇതൊന്ന് എനിക്ക് പറ്റുന്ന രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഇതൊക്കെ എങ്ങനെയാണ് മാറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ ശ്രമിക്കും. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ആകെ ഫില്ലിയൊക്കെ ഒന്ന് റെഡിയാക്കി. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ ഒരു കലണ്ടർ കിടപ്പുണ്ട്, ഇതിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡോറിലിപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. കുത്തിയൊക്കെ ഇത് എത്ര പെയിൻറ്റ് എത്ര കോട്ടടിച്ചാലായിരിക്കും ഇത് മാറുന്നതല്ലേ. എങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നമുക്ക് പറ്റുന്ന രീതിയിൽ കുഞ്ഞിനൊരു മേക്ക് ഓവർ കൊടുക്കാം. ഞാൻ ഇതിനായിട്ട് കുറച്ച് പെയിൻ്റൊക്കെ മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വാൾപേപ്പറൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് നമുക്ക് ഈ റൂം ഒന്ന് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഈ സ്റ്റഡി റൂം നമുക്ക് ലച്ചുക്കുട്ടിക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ലച്ചുവിന് പിങ്ക് കളറാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വിചാരിച്ച റൂം പിങ്ക് ആക്കി കൊടുക്കാമെന്ന്. അപ്പോൾ അതിന് വാങ്ങിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെ പെയിൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് വാൾപേപ്പർ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതെത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസമായി ഇത് വാങ്ങിച്ച് വെച്ചിട്ട്. ഇതാണ് എമൗണ്ട് ആയത്. പെയിൻറ്റിൻ്റെ വാൾപേപ്പറിൻ്റെ വേറെ, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ചെയ്യാം. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഇതാണ് ഞാൻ വാങ്ങിയേക്കുന്നത്. 2 ലിറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ഈ പിങ്ക് കളറാണ് വാങ്ങിച്ചേക്കുന്നത്. 2 ബ്രഷ് മേടിച്ചിട്ടുണ്ട്. അലമാരിക്ക് അടിക്കാൻ ഒരു ഇനാമൽ പെയിൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു ഇനാമൽ തിന്നർ വാങ്ങിച്ചിട്ടുണ്ട്. വിൻഡോയുടെ കമ്പിക്ക് അടിക്കാൻ വേണ്ടി ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ട്, വൈറ്റ് കളറ്. പിന്നെ കുറച്ച് കോട്ടൺ വേസ്റ്റും വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിന് വേണ്ടി വാങ്ങിച്ചത്. തൽക്കാലം ഇതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, കുഞ്ഞൊന്നും എടുക്കാതിരിക്കാനാണ്. ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നല്ല, ഞാൻ എങ്ങനെ അത് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം ഞാൻ വിചാരിക്കുന്നു ഇന്ന് നമുക്ക് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാം. ഇന്നിപ്പോൾ ലച്ചു ഇവിടെ ഇല്ല, 2 ദിവസത്തേക്ക് എൻ്റെ വീട്ടിലോട്ട് പോയേക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ച് മോള് വരുന്നതിന് മുമ്പ് ഇതൊന്ന് പെയിൻ്റ് അടിച്ചിട്ടാൽ വരുമ്പോൾ ഒരു സർപ്രൈസായിട്ട് നമുക്ക് കാണിക്കാമല്ലോ. പറ്റുമോയെന്നറിയില്ല, പറ്റുന്ന രീതിയിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. വാൾപേപ്പർ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റും. അതെല്ലാം ലാസ്റ്റ് നമ്മൾ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ വാൾപേപ്പറിൻ്റെ വർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ മിക്സിങ്ങിനുള്ള സാധനങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു കന്നാസ്, ചെറിയൊരു ക്യാൻ ഇതുപോലെ മുറിച്ചത്, പിന്നെ ഇതുപോലെ ഒരു കോലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇത് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്ന പെയിൻറ്റാണ്. പിന്നെ ഇത് മിക്സിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, കാരണം എനിക്ക് ക്യാമറയും വെച്ചുകൊണ്ട് മിക്സ് ചെയ്യാൻ പാടാണ്. ഇതാണ് നമ്മുടെ പെയിൻറ്റിൻ്റെ കളറ്, പിങ്ക് കളറാണ് വരുന്നത്. ഇത് നമുക്ക് ഈ ക്യാനിലോട്ട് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് നോക്കിയിട്ട് അതുപോലെ ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ പകുതി പെയിൻറ്റ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. ബാക്കി നമ്മുടെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചിട്ടുള്ളൂ. ഇതുപോലെ ഇപ്പോൾ ഒരു കോല് വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉപയോഗിക്കാത്തൊരു ക്ലോത്ത് കൊണ്ട് മിക്സ് ചെയ്യുന്ന സ്ഥലത്തൊന്നും തിരിച്ചിട്ടില്ല, അവിടെയൊന്നും ആവില്ല. പെയിൻറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ കുറച്ച് മാറ്റണം, അല്ലെങ്കിൽ
ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ പെയിൻറ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഏത് ബ്രഷാണ്, എനിക്ക് റോളർ ഉപയോഗിക്കാൻ വലിയ ഈസി ആയിട്ട് തോന്നുന്നില്ല. കാരണം അത് തെറിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് പെയിൻറ്റിങ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് പറ്റുന്നിടത്തൊക്കെ ചെയ്യും. എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കാണിക്കാം കേട്ടോ. പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്ത് ചെറുതായിട്ട് അടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പുറത്ത് നല്ല മഴ, കിച്ചുമോള് നല്ല ഉറക്കം. അപ്പോൾ ആ സമയത്ത് ഞാനിത് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നത്. പെയിൻറ്റ് അടിക്ക് തുടങ്ങിയതേ ഉള്ളൂ. വീഴുന്നത് അപ്പം തന്നെ കുറച്ച് പോകുന്നുണ്ട്. പെയിൻറ്റിങ് ഇതുവരെ ആയി. ഒരു കോട്ട് അടിച്ചു കേട്ടോ. അപ്പോൾ എത്താത്ത ഭാഗത്ത് അടിച്ചിട്ടില്ല, അത് നാളെ അടിക്കും. ഹൈറ്റ് ഇനി നാളെ ഒരു കോട്ട് കൂടെ അടിക്കുമ്പോൾ ശരിയാവും. ഈ ഒരു പോർഷൻ ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. അവിടെ വാൾപേപ്പർ ഒട്ടിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ വാൾപേപ്പർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എന്താ അപ്പോൾ അതിലേക്ക് വാൾപേപ്പർ ഒട്ടിച്ചിട്ട് കാണിക്കാമേ. കണ്ടോ, വാൾപേപ്പറിൻ്റെ മുകളിലത്തെ ഗമ്മ് മാറ്റിയിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു. ഇനി അത് താഴോട്ട് മാറ്റി താഴോട്ട് ഒട്ടിക്കണം. 3 റോള് ഞാൻ ഒട്ടിച്ചു. 3 വാൾപേപ്പർ ഒട്ടിച്ചു കേട്ടോ. ഒട്ടിച്ചപ്പോൾ ബാക്കി ഇനി ഇത്രയും പോർഷനുണ്ട്, ബാക്കി ഇങ്ങോട്ട് ഒട്ടിക്കണം. എൻ്റെ മൊത്തം 10 എണ്ണമാണ് ഉള്ളത്. തികയില്ലെങ്കിൽ നമുക്ക് നോക്കാം. കണ്ടോ, ഇവിടെ ഇത്രയും പോർഷൻ 4 എണ്ണം ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ആണി ഉണ്ടായിരുന്നു ഇടയ്ക്ക്. ആണിയുടെ പോർഷന് ഒന്ന് ഹോളിട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്നുകൂടെ ഫിനിഷ് ചെയ്യണം. ഒന്നുകൂടെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ സ്വിച്ച് ബോർഡൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു കട്ടിങ് വരും. അത് പകുതി മുറിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഫുള്ള് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു. കണ്ടോ, ഫുള്ള് പെയിൻ്റ് അടിച്ചു, വാൾപേപ്പർ ഒട്ടിച്ചു, എല്ലാം ചെയ്തു. ലച്ചുമോൾ ഇപ്പോൾ വരും. വീട്ടിൽ പോയിട്ട് ഇന്ന് വരുന്ന ദിവസമാണ്. അപ്പോൾ ഇപ്പോൾ വരും. ഇപ്പോൾ ഇവിടെ ഞാനും കിച്ചു മാത്രമേ ഉള്ളൂ. ലച്ചു ഇപ്പോൾ വരുമ്പോൾ ലച്ചുവിനൊരു സർപ്രൈസ് ആയിരിക്കും. നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തേക്കാം. ലച്ചു വരുന്നുണ്ട്. ഞാനിവിടെ ലൈറ്റ് ഓഫ് ചെയ്തേക്കാം. അതുകൊണ്ട് അറിയത്തില്ല. എന്താ പെയിന്റ് അടിച്ചോ? നല്ല കാര്യങ്ങൾ കേട്ടോ. എൻ്റെ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചിലപ്പോൾ സ്കൂൾ തുറന്നാൽ മാത്രം അതാണ് അച്ഛാ.
സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അച്ഛൻ. എപ്പോൾ? അച്ഛൻ ഞാൻ ഇങ്ങോട്ട് കയറി ഇരുന്ന സമയത്ത് എന്തോന്ന് പറഞ്ഞ? അച്ഛൻ പറഞ്ഞ സർപ്രൈസ് ഉണ്ട്. ആഹാ, മേളിൽ ചെന്ന് നോക്കാൻ. എന്തോന്ന് പറഞ്ഞില്ലല്ലേ? അതിന്റെ മേളിൽ ഇച്ചിരിയല്ലോ പറ്റിയിട്ടുണ്ട്. അത് അമ്മ അന്ന് കട്ടിച്ചങ്ങ് പെയിന്റ് അടിച്ച്. ഇതെല്ലാം എന്തോ ക്രയോണൊക്കെ വെച്ച് വരച്ചേക്കുമല്ലായിരുന്നോ? അത് ഒട്ടും മായ്ക്കാൻ പറ്റാത്ത ആ ക്രയോൺ അമ്മ മായ്ച്ചു. മാച്ചി, അമ്മ കഷ്ടപ്പെട്ടു. താങ്ക്സ് പറഞ്ഞില്ലല്ലോ. ടാറ്റ ബൈ ബൈ സീ യു. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാണ് പെയിൻറ് ചെയ്യുന്ന റൂം. രാവിലെ നല്ല മഴയുണ്ട്. എല്ലാവരും പെയിൻ്റൊക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലിംഗ്. കാരണം നമ്മൾ ചെയ്ത പെയിൻ്റ് അടിച്ച റൂമിൽ നമ്മൾ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം. ഇനി ആ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ ഒന്ന് ചെയ്യണം. ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും വാൾപേപ്പറോ എന്തെങ്കിലും ഒട്ടിച്ചാൽ മതി. വെച്ച് ഇന്നലെ വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി. ബാഗൊക്കെ തിരിച്ചു കൊണ്ടുവച്ചു. വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അലമാര ചെയ്തിട്ടില്ല കേട്ടോ. അലമാര പിന്നെ സമയം പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉണ്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ചെയ്തതിന് എനിക്കായത് ഒരു ബില്ല് ഞാൻ കാണിച്ചില്ലായിരുന്നു. ഒരു 1100 സംതിങ്. അത് പിന്നെ വാൾപേപ്പർ ഒരു 500 രൂപ. 250-ൻ്റെ 2 സെറ്റ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു, കോംബോ ഓഫർ. അപ്പോൾ ഒരെണ്ണത്തിന് 5 എണ്ണം വരും. ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പം അത്രയേ ആയുള്ളൂ. എന്തായാലും ഒരു 1500 രൂപ എല്ലാം കൂടി, പെയിൻറ്റിങ്ങും പിന്നെ അതുപോലെ വാൾപേപ്പറും അത്രയേ ആയിട്ടുള്ളൂ. ഇതാണ് വാൾപേപ്പർ വാങ്ങിച്ചത്. മീഷോന്നായിരുന്നു വാങ്ങിച്ചത് കേട്ടോ. ഒരെണ്ണത്തിൽ ഒരു സെറ്റിൽ 5 എണ്ണം വരുന്നത്. അത് 246 സംതിങ്. അത് 246 ഇത്ര ആയിട്ടുള്ളൂ. അങ്ങനെ 2 എണ്ണം വാങ്ങിച്ചു. അപ്പോൾ 10 എണ്ണം കിട്ടി, 10 ഷീറ്റ് കിട്ടി. അതുകൊണ്ട് ഈ വാള് ഫുള്ള് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, നല്ല ക്ലിയറായിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇതിൽ ചേരുന്ന പെയിൻ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വാൾ ഇതുപോലെ വാൾപേപ്പർ ഒട്ടിക്കുകയാണെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കും. കണ്ടോ, കറക്റ്റ് അതിന് ചേരുന്ന കളർ നമ്മുടെ മനസ്സിൽ വേണം. അതനുസരിച്ച് നമ്മൾ വാങ്ങണം. അപ്പോൾ നല്ല സ്യൂട്ടായിട്ട് പോകും. കണ്ടോ, അത്രയും ബഡ്ജറ്റേ ആയുള്ളൂ. അപ്പം നമുക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് ചെയ്യണ്ട. നമുക്കിപ്പോൾ നമ്മുടെ സമയം അനുസരിച്ച് നമുക്കിപ്പോൾ ഒരുമിച്ച് ജോലിക്കാർ പെയിൻറ്റേഴ്സ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നോക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഒരു ഇഷ്ടം അത് നമ്മൾ കുറച്ച് സമയം എടുക്കും. ഞാനിപ്പോൾ അത് 2 ദിവസമായിട്ടാണ് ചെയ്തത്. 2 ദിവസം എന്ന് പറയുമ്പോൾ ഇളയ മോളുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സമയം പോലെ തുടങ്ങി വെച്ചു. ഒരു ദിവസം തുടങ്ങി വെച്ചിട്ട് പിറ്റേ ദിവസവും എടുത്തു. ഇന്നലെയും കൂടെ എടുത്തിട്ടാണ് അത് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ ഇന്നലെയെന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം ചെയ്തപ്പോൾ ഒരു കോട്ട് അടിച്ചിട്ടു. പിന്നെ രണ്ടാമത്തെ ദിവസം മുകളിൽ നമുക്ക് കൈ എത്താത്ത ഭാഗത്തും പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു കോട്ട് അടിച്ചിട്ടത് തന്നെ വീണ്ടും ഒരു കോട്ട് കൂടെ അടിച്ചു. അതൊക്കെ ചെയ്ത് പിന്നെ ടച്ച് ചെയ്ത് പോയി. അതൊക്കെ ചെയ്തപ്പോഴാണ് 2 ദിവസം എടുത്തത്. അല്ലാതെ നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ സമയം കിട്ടുന്നവർക്ക് അത് ഒറ്റ ഇതിൽ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഇത് വലിയ റൂമൊന്നുമല്ല, കുഞ്ഞു റൂമാണ്. അപ്പോൾ അതിൻ്റേതായ സമയം എടുക്കുള്ളൂ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം. അത്ര നമ്മുടെ സമയവും പോകുന്നത് സമയം ഒരുപാട് കിടന്നിട്ടൊന്നുമല്ല, സമയം കണ്ടെത്തിയതാണ് നമ്മൾ. എനിക്ക് മനസ്സിലങ്ങനെ തോന്നി ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.